കരിഷ്മയിലേക്ക് പോവുകയാണ്. അതായത് തിപ്രമോത്ത പാർട്ടി ഇപ്പോൾ 13 എന്ന ലീഡിലേക്ക് എത്തിയിരിക്കുന്നു. 11-ൽ നിന്ന് 13-ലേക്ക് എത്തിയിരിക്കുന്നു. കരിഷ്മ, ഈ 13 എന്ന് പറയുന്നത് വെറും ഒരു സംഖ്യയായി കണക്കാക്കാൻ കഴിയില്ല. കാരണം 20 സീറ്റിലേക്ക് മത്സരിച്ച ഈ തിപ്രമോത്ത പാർട്ടിക്ക് 13 എന്ന് പറയുന്നത് വലിയ ഒരു സംഖ്യ തന്നെയാണ്. അതിനേക്കാളും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിപ്രമോത്ത പാർട്ടി ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഏത് പാർട്ടിയോടൊപ്പം ചേരാനും അവർ തയ്യാറാണെന്നുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ചേരുകയാണെങ്കിൽ അവർക്ക് BJP-നെ തകർത്ത് ഒരുപക്ഷെ അധികാരം പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ഒരുപക്ഷെ BJP അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ BJP പൂർവാധികം, അതായത് ശക്തമായ ലീഡോടുകൂടെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഏത് പാർട്ടിയോടൊപ്പമാണ് തിപ്രമോത്ത പാർട്ടി ചേരുക എന്നതിന് ഇതുവരെയും തീരുമാനമായിട്ടില്ല. എന്തായാലും തിപ്രമോത്ത പാർട്ടി ആ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് CPM കോൺഗ്രസ് സഖ്യകക്ഷിയിൽ ചേരുകയാണെങ്കിൽ അതൊരു വലിയ അട്ടിമറിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ലീഡ് നോക്കുകയാണെങ്കിൽ ത്രിപുരയിൽ 30% ലീഡ് എന്ന സ്ഥിതിയിലേക്ക് BJP-യുടെ അവസ്ഥ കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് CPM കക്ഷികൾ 16-ലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും BJP ലീഡ് ഉയർത്തുന്നുണ്ടെങ്കിലും അവരുടെ ലീഡ് നില പോയിന്റ് കുറഞ്ഞ് 30-ൽ എത്തിയിട്ടുണ്ട്. 40-ൽ ഒരു സമയത്ത് 40-ൽ എത്തി നിന്നിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 30-ആയി താഴ്ന്നിരിക്കുകയാണ്. CPM കോൺഗ്രസ് സഖ്യകക്ഷി ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. അതുപോലെ തന്നെ തിപ്രമോത്ത പാർട്ടി 13 എന്ന ലീഡിൽ തുടരുകയാണ്. ഇപ്പോൾ തിപ്രമോത്ത പാർട്ടി അതായത് നമ്മൾ ത്രിപുര എന്ന സംസ്ഥാനത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 70% ഗോത്രവർഗ്ഗക്കാരാണ്. അതിൽ ഏകദേശം എല്ലാ വോട്ടും BJP-ക്കാണ് സാധാരണ ലഭിച്ചിരുന്നത്. ഇത് ആദ്യമായാണ് തിപ്രമോത്ത പാർട്ടി ത്രിപുരയിൽ നിന്ന് മത്സരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 13 സീറ്റുകൾ തിപ്രമോത്ത പാർട്ടി നേടിക്കഴിഞ്ഞു. ഇനി വരും മണിക്കൂറുകളിലും അതിൽ മാറ്റം ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തിപ്രമോത്ത പാർട്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ, അതായത് ത്രിപുരയിലെ ആളുകൾക്ക് അവരുടെ ഗോത്ര സംസ്കാരം നഷ്ടമാകുമെന്നുള്ളൊരു ഭയമുണ്ട്. അപ്പോൾ അത് നിലനിർത്തുന്ന തരത്തിലുള്ള കുറേ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു. ആദ്യം ആ ആവശ്യങ്ങൾ ആരും അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവർ ഇപ്പോൾ സ്വതന്ത്രരായി മത്സരിച്ചത്. എന്നാൽ നല്ലൊരു തരംഗം തന്നെ തിപ്രമോത്ത പാർട്ടിക്ക് ത്രിപുരയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 13 സീറ്റുകളോടെയാണ് തിപ്രമോത്ത പാർട്ടി നിൽക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവർ ഒരുപക്ഷെ CPM കോൺഗ്രസിനോടൊപ്പം സഖ്യം ചേരുകയാണെങ്കിൽ അവർക്ക് BJP-യെ അട്ടിമറിച്ച് വിജയം നേടാനുള്ള സാധ്യതകൾ നമുക്ക് മുന്നിൽ കാണാനുണ്ട്. ഒരുപക്ഷെ ഇവർ BJP-യോടൊപ്പം ചേരുകയാണെങ്കിൽ ഉറപ്പായും CPM കോൺഗ്രസ് സഖ്യം തോൽക്കാനാണ് സാധ്യത. ഭദ്ര, കരിഷ്മ, ഈ തോൽക്കാൻ എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ കരിഷ്മ പറഞ്ഞതുപോലെ ഈ തിപ്രമോത്ത പാർട്ടി ഈ കോൺഗ്രസ് CPM സഖ്യത്തോടൊപ്പം ഒരു അലയൻസ് ഉണ്ടാക്കുകയാണ് എങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്കാണ് ത്രിപുരയെ കൊണ്ടുപോകുക. ത്രിപുരയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തന്നെ ഒരു പക്ഷേ മാറി മറിയാനും സാധ്യതയുണ്ട്.